പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അതിൽ തുറന്നതും മുന്നിൽ പ്രിൻസിപ്പാലടക്കം കോളേജിലെ എല്ലാവരും ഉണ്ടെന്ന് കണ്ടതും വ്യാസിന്റെ ചുണ്ടിൽ വിജയിച്ചിരി വിരിഞ്ഞുവെങ്കിലും പെട്ടതിനകത്ത് കാണാതെ അത് മറച്ചു വെച്ചു. എന്തായിരുന്നു നിങ്ങൾക്കിവിടെ പണി? പ്രിൻസിപ്പാളും ഇത്രയും അടിപൊളി നോക്കിയതും അവളുടെ കോലം കണ്ട് നെറ്റിച്ചുളിച്ചുകൊണ്ട് വ്യാസിനോട് ചോദിച്ചു. അത് പിന്നെ സർ, ഇതൊരു കോളേജാ, അല്ലാതെ നിങ്ങൾക്കൊക്കെ. ബാക്കി പറയാതെ പ്രിൻസിപ്പാൾ നിർത്തി ഇരുവരെയും നോക്കി പല്ല് കടിച്ചതും എല്ലാവരുടെയും മർദ്ദം വെച്ചുള്ള നോട്ടവും സംസാരവും താങ്ങാൻ കഴിയാതെ മിത്ര കണ്ണുകൾ ഇറുകയടച്ച് ചുമരിൽ ചാരി നിന്നു. എന്നാലും വ്യാസ്, താനൊരു സാറല്ലേ, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ തന്നെ. സാറ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. മിത്രൻ്റെ ഫാമിലി ഫ്രണ്ടാ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇഷ്ടത്തിലാണ്. വിവാഹം വരെ ഉറപ്പിച്ചതാണ്. വ്യാസ് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും കേൾക്കാനും വേണ്ടി കുറച്ച് ഉറക്കത്തന്നെ പറഞ്ഞതും മിത്രക്ക് അവൻ പറഞ്ഞതൊക്കെ കേട്ട് അങ്ങനെയൊന്നും അല്ലെന്ന് പറയണമെന്നുണ്ടെങ്കിലും നാവ് ചലിക്കാത്തതുപോലെ തോന്നി. ഇനിമേൽ ഇത് ആവർത്തിക്കരുത്, എല്ലാവരും ക്ലാസ്സിൽ പോ. പ്രിൻസിപ്പാൾ കൂടി നിൽക്കുന്ന എല്ലാവരോടുമായിട്ട് പറഞ്ഞതും എല്ലാവരും മിത്രയെയും വ്യാസിനെയും നോക്കി എന്തൊക്കെയോ അടക്കം പറഞ്ഞ് അവിടുന്ന് പോയി. കുറച്ചു മാറി എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ഡേവിഡിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവനും തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുന്ന ആലോചിച്ചപ്പോൾ അവളുടെ ചുണ്ടുകൾ സങ്കടത്തിൽ വിതുമ്പി. മിത്ര. പ്രിൻസിപ്പാൾ പോയതും വ്യാസ് മിത്രയ്ക്ക് അടുത്തേക്ക് വന്ന് വിളിച്ചതും മിത്ര അവന് ദേഷ്യത്തിൽ നോക്കി. നീ ഇപ്പം ഇവിടെയുള്ളവരുടെ മുന്നിൽ എന്നെ പ്രണയിക്കുന്നവളാണ്. ഇനി നീ അവൻ്റെ ഭാര്യയാണെന്ന് കൂടി അറിഞ്ഞാ ഈ കോളേജിലുള്ളവരൊക്കെ നിന്നെ മറ്റൊരു കണ്ണോടുകൂടെ കാണും. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. നീ ചിന്തിച്ച് നോക്ക്. അവൻ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം. മരിക്കേണ്ടി വന്നാലും ഞാൻ വരില്ല. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നാലും എന്നോട് ചെയ്തതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും, ഓർത്തോ. മിത്രവന് ദേഷ്യത്തിൽ നോക്കി അതും പറഞ്ഞ് നിലത്ത് കിടന്ന ഷോളെടുത്ത് കഴുത്തിലിട്ട് അവിടുന്ന് നടന്ന് നീങ്ങിയതും വ്യാസ് തന്റെ പദ്ധതി വിജയിക്കാത്ത ദേഷ്യത്തിൽ കൈ ചുരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്നൊരു വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ ധ്യാൻ കാണുന്നത് ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്ന രാധവിനെയാണ്. ധ്യാൻ രാധവിനൊന്ന് നോക്കി. അവൾ തന്നെ തന്നെയാണോ വിളിച്ചതെന്ന് അറിയാൻ ചുറ്റൊന്ന് നോക്കി. തന്നെ തന്നെയാണോ ഞാൻ വിളിച്ചത്? എന്താന്നോ? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? അതിന് നീ എന്താ കേട്ടെന്ന് ഞാനെങ്ങനെ അറിയാനാ? ഓ ചോളി. തനിക്ക് നാട്ടിലെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ശരിയാണോ? ശരിയാണെങ്കിലേ അതങ്ങ് നിർത്തിവെക്കാൻ പറഞ്ഞേക്ക്. എന്തിന്? തനിക്ക് എന്നെ കണ്ടിട്ട് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ? കാട്ടുമാക്കാന് ശരിക്കും തന്നെ ഇഷ്ടമായിട്ട് തന്നെയാ ഞാൻ അതിൻ്റെ ഉളുപ്പില്ലാതെ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത്. എന്നെ കളഞ്ഞിട്ട് വേറെ വല്ലവനും കേട്ടാന്ന് പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുന്നവൻ നല്ലത്. രാധവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ രണ്ടിനെയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനല്ലാതെ മറ്റൊരുത്തിയെ നിങ്ങളുടെ ഭാര്യയായി വരാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിലും അതൊന്ന് കാണണല്ലോ. രാധു പറഞ്ഞത് കേട്ട് ധ്യാൻ പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി ചവിട്ടി കുരുക്കി അവിടുന്ന് പോയി. ധ്യാനിൻ്റെ അടുത്ത് നിന്ന് രാധു പോയത് ലൈബ്രറിയിലേക്കായിരുന്നു. അവിടെ മിത്രയെ കാണാതെ വന്നതും അവളുടെ നെറ്റിച്ചുളിഞ്ഞു. രാധു ഇല്ലാതെ അവൾ ക്ലാസ്സിലേക്ക് പോകില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് രാധു ഒരു ഊഹം വെച്ച് വാഷ്റൂമിലേക്ക് നടന്നു. രാധുവിൻ്റെ ഊഹം പോലെ മിത്ര വാഷ്റൂമിലുണ്ടായിരുന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടതും രാധു ഞെട്ടി. രാധുവിനെ കണ്ടതും മിത്ര അവൾ ഇറുകപ്പെടുന്ന് പൊട്ടിക്കരഞ്ഞു. നീ എന്തിനൊക്കെ അറിയുന്നത്? രാധു, വ്യാസ് അവനെന്നെ ചതിക്കായിരുന്നു. രാധു, എല്ലാത്തിനും കാരണം അവനാ. മിത്ര വിതുമ്പിക്കൊണ്ട് വ്യാസിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളും ഇന്നുണ്ടായ സംഭവങ്ങളും എല്ലാം രാധുവിനോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തിട്ടാ രാധു എനിക്ക് മാത്രം ഇങ്ങനെ? വ്യാസ്, അവനോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇതെന്തിനാ എന്നെങ്ങനെ ദ്രോഹിക്കുന്നത്? പോട്ടെ, നീ കരയാതെ. നമുക്ക് ഇതിനുള്ളതൊക്കെ ചേർത്ത് ഒരു ദിവസം ആ വ്യാസിനിട്ട് നല്ലൊരു മൂട്ടം പണി കൊടുക്കാം. അത് പറഞ്ഞ് രാധു ഒരുവിധം അവളെ സമാധാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ദേവമിത്ര തന്നോട് ബാഗ് എടുത്ത് പാർക്കിങ്ങിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടയിൽ പ്യൂൺ വന്ന് പറഞ്ഞത് കേട്ടതും മിത്ര ക്ലാസ്സിൽ പോയി ബാഗും എടുത്ത് വന്ന് രാധവിനോട് പറഞ്ഞ് പാർക്കിങ്ങിലേക്ക് നടന്നതും കണ്ടു തന്നെ കാത്തുന്ന പോലെ നിൽക്കുന്ന ഐസക്കിന്. മിത്രയുടെ കരഞ്ഞു ചുവന്ന മുഖം കണ്ടതും ഐസക്കിന് നെഞ്ചിപ്പിടയും പോലെ തോന്നി. ഐസക്കിന് മിത്ര സ്വന്തം മകളുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡേവിഡ് വിളിച്ചു പറഞ്ഞ് ഐസക്കിന് കാര്യങ്ങളൊക്കെ അറിയാം. മനസ്സ് നൊന്നത് കൊണ്ട് അവൾക്കിനി ക്ലാസ്സിലിരിക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവളെ കൊണ്ടുപോകാൻ വന്നത്. അപ്പച്ചാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മിത്ര ഐസക്കിന്റെ മുഖത്ത് നോക്കാനാവാതെ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കൊച്ചേ, എനിക്ക് നിന്നെ അറിയാലോ. എൻ്റെ കൊച്ചു തെറ്റ് ചെയ്യില്ലെന്ന് അപ്പച്ചനറിയാം. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്?
തെറ്റ് ചെയ്യാത്തോടത്തോളം ഈ തല ഇങ്ങനെ കുഞ്ചി നിൽക്കേണ്ട. മനസ്സിലായോ എൻ്റെ കൊച്ചിന്? ഐസക്ക് താഴ്ത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം പിടിച്ചുയർത്തി പറഞ്ഞതും ഐസക്ക് തന്നെ മനസ്സിലാക്കിയതോർത്ത് അവൾക്ക് സങ്കടവും സന്തോഷവും തോന്നിയതും മിത്ര അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഡേ കൊച്ചേ, ഈ കരച്ചിലൊന്നും നിർത്തിയേ. നിനക്ക് ഈ കരച്ചിലൊന്നും ചെയ്യില്ല കേട്ടോ. മിത്രയെ തന്നിൽ നിന്ന് നടത്തി മാറ്റി അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ഐസക്ക് പറഞ്ഞു. സങ്കടം കൊണ്ടാ? സാരല്ല, ഈ സങ്കടമൊക്കെ പതിയെ മാറിക്കോളും. കൊച്ചു വാ, നമുക്ക് വീട്ടിൽ പോവാം. ഐസക്ക് അതും പറഞ്ഞ് സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയതും മിത്ര അവൻ്റെ പിന്നിൽ കയറിയിരുന്നു. പോകുന്ന വഴിക്ക് മിത്ര ഐസക്കിനോട് വ്യാസിൽ നിന്ന് പറഞ്ഞ സത്യങ്ങളെല്ലാം പറഞ്ഞു. വൈകിട്ട് ഡാനിയും ഡേവിഡും വന്നപ്പോൾ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ തന്നെ തെറ്റുകാരായിട്ട് കാണുമോ എന്ന്. എന്നാൽ എന്നത്തെയും പോലുള്ള അവളുടെ ഇടപെടൽ അവൾക്ക് ആശ്വാസമായിരുന്നു. ഇന്നലെ തന്നെ പലരുടെയും ചുഴിഞ്ഞ നോട്ടവും അർത്ഥം വെച്ചുള്ള സംസാരമൊക്കെ ഓർത്ത് പിറ്റേന്ന് കുട്ടികളെയും അധ്യാപകരെയും ഫേസ് ചെയ്യാൻ മടിച്ച് മിത്ര ക്ലാസ്സിന് പോകില്ലെന്ന് പറഞ്ഞുവെങ്കിലും ഐസക്കാളെ വാടിയെടുത്ത് പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിട്ടിരുന്നു. സെക്കൻഡ് പീരീഡ് ക്ലാസ്സിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരോടും ഓഡിറ്റോറിയത്തിലെത്താൻ പറഞ്ഞ് അനൗൺസ്മെൻറ്റ് വന്നത്. കേട്ട പാതി കുട്ടികളെല്ലാം ഓഡിറ്റോറിയം ലക്ഷ്യം വെച്ച് പോയതും കൂട്ടത്തിൽ മിത്രയും രാധവും അവിടെ പിറകെ പോയി. ഏറ്റവും പിന്നിലായാണ് എല്ലാവരും ഇരുന്നത്. എല്ലാവരും എന്താണ് സംഭവം എന്നറിയാതെ അവിടെ ഇരിക്കുമ്പോഴാണ് ഡേവിഡ് സ്റ്റേജിലേക്ക് വന്ന് മൈക്ക് കയ്യിലെടുത്തത്. ഗുഡ് മോർണിംഗ് ഓൾ. നിങ്ങളെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇന്നലെ ഈ കോളേജിൽ അരങ്ങേറിയ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനാണ്. അത് പറഞ്ഞ് ലൈബ്രറിയിൽ നടന്ന CCTV ദൃശ്യങ്ങൾ പ്രൊജക്റ്റ് വഴി പ്രദർശിപ്പിച്ചു. അതിലുണ്ടായിരുന്നു രാധ പോയി കഴിഞ്ഞ് വ്യാസ് വരുന്നതും പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങളെല്ലാം. എല്ലാം കൊണ്ട് മിത്രയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ശരിക്കും ആ നിമിഷം അവൾക്ക് ഡേവിഡിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെക്കാൻ തോന്നി. എല്ലാം കടന്ന് കുട്ടികൾക്കും അധ്യാപകർക്കും ഇടയിൽ വ്യാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മുറിവുറുപ്പുകൾ ഉയർന്നു. ഞാനിത് ചെയ്തതെന്തെന്ന് വെച്ചാൽ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് തൻ്റെ വിദ്യാർത്ഥിയുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക എന്നത് എൻ്റെ കടമയായതുകൊണ്ടാണ്. ഇനി ഈ സംഭവത്തെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച വേണ്ട. അത് പറഞ്ഞ് കയ്യിലുള്ള മൈക്ക് പ്രിൻസിപ്പാളിന് കൊടുത്ത് ഡേവിഡ് അവിടുന്ന് ഇറങ്ങിപ്പോയി. അതുവരെ സന്തോഷത്തിൽ പുഞ്ചിരി തൂക്കി നിന്ന മിത്രയുടെ ആദരങ്ങൾ ഡേവിഡ് പറഞ്ഞത് കേട്ട് കൂർത്തു വന്നതും മിത്രയുടെ മുഖഭാവം കണ്ട് രാധു പൊട്ടി വന്ന ചിരിയടക്കി. സൈലൻസ് പ്ലീസ്. ഡേവിഡ് പറഞ്ഞതിന് എനിക്കും പറയാനുള്ളൂ. ഇനി ഈ വിഷയത്തെക്കുറിച്ച് കോളേജിൽ ഒരു ടോക്ക് ഉണ്ടാവരുത്. പിന്നെ വ്യാസ് എന്ന അധ്യാപകൻ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തത് കൊണ്ട് ആൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ക്ലാസ്സിൽ പോകണം. ആൾക്കൂട്ടത്തിനിടയിൽ വിളറി നിൽക്കുന്ന വ്യാസനെ നോക്കി അത്രയും പറഞ്ഞ് പ്രിൻസിപ്പാൾ അവിടുന്ന് ഓഫീസിലേക്ക് പോയതും എല്ലാവരും അവിടുന്ന് മടങ്ങി. ദുർവാസവ് ആ ചെയ്തത് നന്നായി. ഇങ്ങനെയെങ്കിലും ആ വ്യാസിന്റെ മുഖം മൂടി എല്ലാവരുടെയും മുന്നിൽ അടിഞ്ഞു വീണല്ലോ. എനിക്ക് സന്തോഷമായി. ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടയിൽ രാധു മിത്രയോടായി പറഞ്ഞതും മിത്ര രാധു ഡേവിഡിനെ ദുർവാസാവെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാതെ അവളെ കൂർപ്പിച്ച് നോക്കി. ഓ സോറി, ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. സത്യം, ഇനി നീയാണ് സത്യം, ഞാനങ്ങനെ പറയില്ല. മിത്രയുടെ നോട്ടം കണ്ട് ഇളിച്ച് കാണിച്ചുകൊണ്ട് രാധു പറഞ്ഞതും മിത്ര ഒന്ന് അമർത്തി മൂളി മുന്നോട്ട് നടന്നതും പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ വരാന്തയിൽ ഫോണിൽ നോക്കി നിൽക്കുന്ന ഡേവിഡിൽ ഉടക്കിയത്. ഡേ, ഞാനിപ്പോൾ വരാവേ. രാധവനോടായി പറഞ്ഞ് മിത്ര വേഗത്തിൽ ഡേവിഡിനരികിലേക്ക് നടക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവനോടുള്ള പ്രണയം കൊണ്ടും അവളുടെ ഉള്ളം വേഗത്തിൽ തുടികൂട്ടി തുടങ്ങിയിരുന്നു. സാർ. മിത്ര ഡേവിഡിൻ്റെ അടുത്തെത്തി പതിയെ വിളിച്ചു. എന്താ ദേവ? മിത്രയുടെ വിളി കേട്ട് ഡേവിഡ് ഫോണിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. താങ്ക്സ്. അവളുടെ ഒരു താങ്ക്സ്. ക്ലാസ്സിൽ പൊടി. മിത്ര പറഞ്ഞത് കേട്ട് ഡേവിഡ് പറഞ്ഞതും അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ഡേവിഡിനെ നോക്കി തിരിഞ്ഞു നടന്നു. മിത്രയുടെ മുഖഭാവവും പോക്കും കണ്ട് ഡേവിഡിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അതടക്കുന്നിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയവൻ. എന്തേ താങ്ക്സ് പറഞ്ഞില്ലേ? മിത്രയുടെ മുഖഭാവം കണ്ട് പൊട്ടി വന്ന് ചിരി അടക്കിക്കൊണ്ട് രാധു ചോദിച്ചു. ചില നേരത്തെ സ്വഭാവം കണ്ട അങ്ങനെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. മുഖം വീർപ്പിച്ചുകൊണ്ട് മിത്ര രാധുവിനോടായി പറഞ്ഞു. എന്നാ പിന്നെ കൊണ്ടുപോയി കിണറ്റിലിട്ടൂടെ? അയ്യടി, ഞാനങ്ങനെ പലതും പറയും. അത് കരുതി നീ കണക്കിലെടുക്കണ്ട. അങ്ങനെ എനിക്ക് വേണം. രാധവിനെ നോക്കി കയറി വെച്ചുകൊണ്ട് അത് പറഞ്ഞ് മിത്ര മുന്നിൽ നടന്നു പോയതും രാധ അവൾക്കെന്താ ഭ്രാന്തായെന്ന് ചിന്തിച്ച് പിറകെ പോയി. ഡേവിഡ് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ കണ്ടു തൻ്റെ നേരെ ദേഷ്യത്തിൽ നടന്നു വന്ന വ്യാസിനെ. നീ ഈ വ്യാസിനെ തോൽപ്പിച്ചെന്ന് കരുതി സന്തോഷിക്കേണ്ട ഡേവിഡ്. ഇതിനെല്ലാം അൽപായുസ് മാത്രമേ ഉള്ളൂ. ഈ കോളേജിൽ നിന്ന് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. കോളേജിൽ നിന്നും പുറത്താക്കിയ ദേഷ്യമെല്ലാം കൂടി ആയതും വ്യാസ് ഡേവിഡിന് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ, പേടിപ്പിക്കാതെ.
നീ ഒരു ചൂക്കും ചെയ്യില്ല. വ്യാസിനെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞ് ഡേവിഡ് അവിടുന്ന് പോയതും വ്യാസ് പകയോട് അവിടെ നിന്ന് നടന്നു.